ഏവർക്കും നമസ്കാരം. ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളാണെന്ന്. ചരിത്രം മയങ്ങുന്ന വട്ടക്കേരി ക്ഷേത്രം. മയങ്ങുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട, തൊട്ടുണർത്താവുന്നതാണ് മയക്കം എന്ന് പറയുന്നത്. അതെ, ചരിത്രത്തെ തൊട്ടുണർത്താവുന്ന വട്ടക്കേരി മണ്ണിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. വട്ടക്കേരി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് എത്തുനോട്ടം എന്നതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. 1201 ആണ്ടത്തെ വട്ടക്കേരി ഉത്സവമാണ് മാർച്ച് 8 തീയതി, അതായത് 2026 മാർച്ച് 8 തീയതി നടന്നത്. ഇനി അതിൻ്റെ 7ാം പൂജ മാർച്ച് 15 തീയതിയാണ്. 7ാം പൂജ വരെ, അതായത് 7 ദിവസത്തേക്ക് അവിടുത്തെ നട തുറക്കില്ല. ക്ഷേത്രാങ്കണത്തിൽ ആരും പ്രവേശിക്കുകയുമില്ല. വട്ടക്കേരി ക്ഷേത്രത്തിലെ ഓരോ മണൽത്തരികൾക്കും പറയാൻ ഒത്തിരി ചരിത്രങ്ങൾ കാണും. നാം അറിയാത്ത ഒത്തിരി കാലങ്ങൾ പറഞ്ഞു തരട്ടെ. ഇനിയും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടത് വട്ടക്കേരി ക്ഷേത്രവും കുറെ ചോദ്യങ്ങളുമായിരുന്നല്ലോ. അതിൻ്റെ ഉത്തരങ്ങൾ ആണ് ഇതിൽ പറഞ്ഞു തുടങ്ങുന്നതും. പാർട്ട് 1 ഒരു മറിവിളക്ക് നിങ്ങൾ കണ്ടിരുന്നു. ഗരുഡൻതടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് മറിവിളക്കാണ്. വാദ്യമേളങ്ങളുടെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അത് മറ്റൊരു കുടുംബത്തിനാണ് കാലങ്ങളായി അത് അവകാശമായി ചെയ്യുന്നത്. വീഡിയോയിൽ ക്ഷേത്രത്തിനകത്തെ 3 പ്രതിഷ്ഠകളെയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അരൂർ എവിടെയാണ് എന്നൊരു ചോദ്യം നിങ്ങളിൽ ഉണ്ടാകാം. ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലമാണ് അരൂർ. എറണാകുളം ജില്ലയുടെ തൊട്ടടുത്ത്, കൊച്ചിയുമായി പാലങ്ങളാൽ ബന്ധിക്കപ്പെട്ട സ്ഥലം. പേരിനെ പറ്റി മറ്റ് ചില ഉത്ഭവങ്ങൾ ഉണ്ടെങ്കിലും അരയന്മാരുടെ ഊര് എന്നതിൽ നിന്നാകാം അരൂർ എന്ന പദം വന്നതെന്ന് കരുതപ്പെടുന്നു. നിങ്ങളെ പരിചയപ്പെടുത്താനായി പറയട്ടെ, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി വ്യവസായങ്ങളുള്ള നാടാണ് അരൂർ. ഒത്തിരി വ്യവസായങ്ങൾ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും മനോരമ ചാനലും മഴവിൽ മനോരമയും, എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്നത് പോലും അരൂർ എന്നാണ്. ഞങ്ങളുടെ നാട്, എൻ്റെ നാട്. അരൂരിനെ പറ്റി അഭിമാനം മാത്രമല്ല, ഞങ്ങളുടെ ഉയിരാണ് അരൂര്. ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ രക്തം തിളക്കുമെങ്കിൽ അരൂർ എന്ന പേര് കേൾക്കുമ്പോൾ ഞങ്ങളുടെയും രക്തം തിളക്കും. ഇനി വട്ടക്കേരി ക്ഷേത്രത്തിലേക്ക് വരാം. അരൂരിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വേമ്പനാട്ട് കായലിന്റെ കൈവഴിയായ കൈതപ്പുഴ കായലിനരികെ നെൽപ്പാടങ്ങൾ അതിരിടുന്ന 1 ഏക്കറോളം നീണ്ടുകിടക്കുന്ന പുരയിടമാണ് ആ ക്ഷേത്രവും. വർഷങ്ങൾക്ക് മുൻപ് ഓല മേൽക്കൂരയുള്ള പഴയ കെട്ടിടമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ആധുനികമായി. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വീടായിരുന്നു. ആ വീടിനകത്തായിരുന്നു ഖണ്ഡാകർണന്റെ ശിലാവിഗ്രഹം ഉണ്ടായിരുന്നതും. വീട്ടിൽ എങ്ങനെ ആ വിഗ്രഹമായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിപ്പോയാൽ 800 വർഷത്തോളം പിന്നിലേക്ക് പോകണം. ചരിത്രരേഖകളൊന്നും ആധികാരികമായി നൽകാനാവില്ലെങ്കിലും ഏതാണ്ട് അത്ര തന്നെ വർഷം പഴക്കമുള്ള ഒരു ഐതിഹ്യം ഉണ്ട്. അരൂരിലും കേരളത്തിലെ ഇതര പ്രദേശങ്ങളിലെയും പുനഃപ്രതിഷ്ഠകൾ നിർവഹിച്ച വില്ലുമംഗലത്തിന്റെ ആദ്യ മേധാവിത്വത്തെക്കാൾ അപ്പുറത്താണ് അതിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ഒരു മന്ത്രവാദിയായ വ്യക്തിയും കുടുംബസമേതം താമസിച്ചിരുന്നു. അദ്ദേഹം ദുർമൂർത്തികളുടെ ഉപാസകനായിരുന്നു. ഏത് മൂർത്തിയെയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തിക്കുന്ന ഉഗ്രപ്രതാപിയായ മന്ത്രവാദി. മന്ത്രവാദം ആയതിനാൽ ധാരാളം പ്രാളിയോര ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്നു. മത്സ്യബന്ധനമൊക്കെ ആയിരുന്നു ആ കാലത്ത് കായലോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവനോപാധികൾ. ആ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് വല നിറയെ മത്സ്യങ്ങൾ ലഭിക്കുന്നതിനായി സമീപിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം പുറത്തുപോയ സമയത്ത് മകൻ ഈ ഗ്രന്ഥമെടുത്ത് ഓലയിൽ ഏതോ മന്ത്രങ്ങളൊക്കെ കുറിച്ച് കായലിൽ നിക്ഷേപിച്ചു. അതേ തുടർന്ന് കായലിലെ മത്സ്യങ്ങൾ കരയിലേക്ക് കയറിത്തുടങ്ങി. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് മകനോട് ഇതിന് മറുമന്ത്രം ചെയ്തിട്ടുണ്ടോ എന്ന് മന്ത്രവാദി ചോദിച്ചെങ്കിലും അത് ചെയ്തില്ല എന്ന മറുപടി കേട്ട് മകന് വയറു നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് ശിരസ് വെട്ടിമാറ്റി മകന്റെ ശരീരം കുഴിച്ചിട്ടതിനൊപ്പം തന്റെ താളിയോല ഗ്രന്ഥങ്ങളും കുഴിച്ചിട്ടു. ആ മകനെ കുഴിച്ചിട്ട സ്ഥലം
മൂലപിതൃക്കൾ എന്ന് രേഖപ്പെടുത്തിയ കുര്യാല ഇന്നും ആ ഓലമേഞ്ഞ വീടിന്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് ഉണ്ട്. വീടിനൊപ്പം ആ കുര്യോലയും ഓലമേഞ്ഞ് പുതുക്കാറുണ്ട് വർഷാവർഷം. മന്ത്രവാദിയുടെ അറയും പലകനിരയായ വീടും പുരയിടവും ഇന്നും ആ പഴമയോടെ നിലനിൽക്കുന്നു. ആദ്യം ഇവിടമായിരുന്നു പൂജകളും മറ്റും നടത്തിയിരുന്നത്. കാരണം ഘണ്ടാകർണന്റെ ശിലാവിഗ്രഹം ഈ അറയ്ക്കുള്ളിലായിരുന്നു. പിന്നീട് തൊട്ടു വടക്ക് ഭാഗത്ത് ഭിത്തിക്ക് ചുറ്റിനും വിളക്കുകളുമായി ക്ഷേത്രമായി നിർമ്മിച്ചു. അത് ഇപ്പോൾ ആധുനികവൽക്കരിച്ചു, മനോഹരങ്ങളാക്കി. പണ്ടത്തെ പഴയ ഓലമേഞ്ഞ ക്ഷേത്രത്തിനകത്ത് വലിയൊരു പ്ലാവുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. വീട്ടിലറിയിക്കാതെ തൊട്ടടുത്ത വീട്ടിലെ മുസ്ലിം കൂട്ടുകാരനൊപ്പം പോയപ്പോൾ ആണ് ആദ്യമായി കണ്ടത്. അന്ന് ജീർണിച്ച അവസ്ഥയിലായിരുന്നു ആ ക്ഷേത്രം. ക്ഷേത്രം നവീകരിച്ചപ്പോഴാകാം ആ പ്ലാവ് ഉണങ്ങിപ്പോയത്. എന്നാൽ വേറൊരു പ്ലാവ് ആയതിന്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലുതായിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പുരയിടങ്ങൾക്ക് ചുറ്റിനും വിവിധ മൂർത്തികളുടെ പ്രതിഷ്ഠകളുണ്ട്. സാത്വിക മൂർത്തികളല്ല, മന്ത്രവാദി ഉപാസിച്ചിരുന്ന മൂർത്തികളാകാം. ശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ട ശ്രീ ഖണ്ഡാകർണൻ, ഭദ്രകാളി, അതുപോലെ ദുർദേവതയായ ആനമൃത തുടങ്ങിയ ദുർമൂർത്തികളും, ശ്രീ വസൂരിമാല, ശ്രീ നാഗേക്ഷി, ശ്രീ ഗന്ധർവൻ, മറ്റ് ശിവഭൂതങ്ങൾ, ഇവയെല്ലാം ഒരുപക്ഷെ ആ മന്ത്രവാദി കുടിയിരുത്തിയതാകണം. ആനമറുത ഭയാനക രൂപമാണ്. രാത്രിയും പകലുമൊക്കെ യാത്രക്കാരെ ഉപദ്രവിക്കുമെന്നാണ് വിശ്വാസവും. പണ്ടൊക്കെ വെള്ളിയാഴ്ചകളിലും ഉച്ചസമയങ്ങളിലും ഞങ്ങൾ പോയത് നട്ടുച്ചയ്ക്കാണ് കേട്ടോ. രാത്രി കാലങ്ങളിലും ക്ഷേത്രത്തിനടുത്ത് കൂടി ഭയം കൊണ്ട് ആരും പണ്ട് വഴി നടക്കാറില്ലായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് അടുത്തൊന്നും വീടുകളും ഇല്ലായിരുന്നു. ആനശത്രു, ആനപ്രേതം എന്നൊക്കെ പേരുള്ള ആനമൃതിയുടെ പുറത്താണ് ഖണ്ഡാകർണൻ എഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം. കൂടാതെ ആനയെ ഗരുഡൻ ഭക്ഷിക്കുമെന്നൊരു വിശ്വാസവും കൂടിയുണ്ട്. ആയതിനാലാണ് ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് ഇല്ലാത്തതും എന്നാണ് കരുതപ്പെടുന്നത്. പണ്ടും ഇപ്പോൾ ചിലതിലെങ്കിലും ഗരുഡ രൂപം കഥകളി രൂപമായാണ് ചുറ്റുകാഴ്ചകളിൽ കാണാറുള്ളത്. അതിനുള്ള കാരണം കഥകളി രൂപം ക്ഷേത്രകലയാണ്. ഏവർക്കും പരിചയമുള്ള ഗരുഡന്റെ രൂപമാണ്. ഏവർക്കും ബഹുമാനവും ഉണ്ടാകും. ഒരു പക്ഷിയുടെ രൂപത്തിന് വേണ്ടത്ര ബഹുമാനവും ഭയവും ഒരു ദിവ്യമായ ഭാവവും പണ്ടൊക്കെ കിട്ടില്ലാത്തതിനാലും ആകാം. കഥകളിയിൽ ഗരുഡവേഷം നാം കാണുന്ന ഗരുഡരൂപത്തിനെല്ലാം പച്ചമുഖമാണ്. പക്ഷിയുടെ രൂപഭാവങ്ങൾ തോന്നിപ്പിക്കുന്ന ചിറകുകളും കൊക്കുകളും വേഷത്തിന്റെ ഭാഗമായി നാം കാണാറുണ്ട്. തലയിൽ പ്രത്യേക കിരീടം, കയ്യിലും കാലിലും ആടയാഭരണങ്ങൾ. വിഷ്ണു വാഹനമായതിനാൽ വന്ദനീയമായ ഭാവത്തിനായി പ്രത്യേകമായ മുഖത്തെഴുത്ത് ഗരുഡനിൽ കാണാം. അത് ഗരുഡന് ഗാംഭീര്യം നൽകുകയാണ്. ഈ വിധത്തിലുള്ള രൂപമാണ് ഗരുഡ വാഹനത്തിന് പണ്ടൊക്കെ. ഇന്ന് അതിന് ചില വ്യത്യാസങ്ങൾ വരുത്തി യഥാർത്ഥ പക്ഷിശ്രേഷ്ഠന്റെ രൂപ സദൃശ്യമാക്കിയിട്ടുണ്ട്. കലാകാരന്മാരുടെ ഭാവനയാണല്ലോ. ഗരുഡന്റെ കൈകളിലോ കൊക്കിലോ ഗരുഡൻ ഭക്ഷിക്കുന്ന പാമ്പുണ്ടാകും. യഥാർത്ഥത്തിൽ ഗരുഡന്റെ ഒരു കൈയിൽ ജീവന് വേണ്ടി പൊളയുന്ന പാമ്പും മറുകൈയിൽ ആനയുമാണ് കാണേണ്ടത്. എന്നാൽ ഇന്നത്തെ പല ഗരുഡ വാഹനത്തിലും പാമ്പ് മാത്രമേ ഗരുഡന്റെ കയ്യിലുള്ളൂ. രണ്ടും പക്ഷിശ്രേഷ്ഠന്റെ ഇഷ്ടഭോജ്യവുമാണ്. മുമ്പും ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഗരുഡ രൂപങ്ങളിൽ ആനയെ കാണാറില്ല. യഥാർത്ഥ രൂപത്തിൽ അങ്ങനെയാണ്. ഒരുപക്ഷെ ഇതേപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാകാം. അതുമല്ലെങ്കിൽ ആനയെ ഒഴിവാക്കിയത് ആനമറുതയെ പേടിച്ചു ആകും. അതുപോലെ ഒരു കുലപ്പഴം ഗരുഡ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പലതിലും അത് കാണുന്നില്ല. ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഭക്തജനങ്ങൾക്ക് നൽകാനായിരുന്നു ആ ഒരു കുലപ്പഴം. ഗരുഡ വാഹനത്തിൽ ഒരു വലിയ ഗരുഡ രൂപത്തിനടുത്തായി രണ്ട് ചെറിയ ഗരുഡ രൂപം പണ്ടൊക്കെ ചില എഴുന്നള്ളിപ്പിൽ കാണാറുണ്ടായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട്. ചെറിയ രണ്ട് ഗരുഡ രൂപം, അതോടൊപ്പം വലിയ രൂപം. ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ചില ഗരുഡ വാഹനങ്ങളുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഘണ്ടാകർണനെ പറ്റിയും മറ്റ് ഐതിഹ്യങ്ങളും അടുത്ത വീഡിയോയിൽ നോക്കാം.
കാണുന്ന വാദ്യം തമ്പേറാണ്. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലേക്ക് ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മുഴക്കമാർന്ന ശബ്ദമാണ്. ഇത് മൃഗത്തോല് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ടി വരുന്നുണ്ട്. അതിന് കാരണം കാലാവസ്ഥ അനുസരിച്ച് നനവ് തട്ടുമ്പോൾ അതിൻ്റെ ശബ്ദത്തിന് മികവ് കിട്ടാതെയാവും. ആയതിനാൽ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ യാത്രയിൽ തന്നെ 3 പ്രാവശ്യം അവർ ചൂടാക്കിയിരുന്നു. ആ ചൂടാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കാണി. പ്രിയരെ, ഇനിയും ഒത്തിരിയുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.